എല്ലാം ചൂടോടെ പറിച്ച് മാറ്റുക, പിഴുത് മാറ്റുക. അതിന് മുട്ട് കൊടുത്തിരുന്ന കമ്പാണിത്. അങ്ങനെ എൻ്റെ പച്ചക്കറിത്തോട്ടം ഇതാണ്ട് എല്ലാം അവസാനിച്ചു. മുഴുവൻ എടുത്ത് കളഞ്ഞു. ചീത്തയായി പോയ പഴയ ചെടികളെല്ലാം നമ്മൾ ചൂടോടെ പിഴുത് കളഞ്ഞു. ഇതാണ് എൻ്റെ വഴുതിനയുടെയും വെണ്ടയുടെയും ഒക്കെ അവസ്ഥ. എല്ലാത്തിനും ഇത് ഒരു കമ്പ് മാത്രമുണ്ട്, ബാക്കിയെല്ലാം പുഴു കുത്തി ഈച്ചയും കടിച്ച് എല്ലാം ചീത്തയായിപ്പോയി. ഇത് മുഴുവനുമേ ആനക്കൊമ്പൻ വെണ്ടയായിരുന്നു. ഇപ്പോൾ ഇതിനാകെ ഉള്ളത് ഒരു വടി പോലെ നേരെ ഒരു കമ്പ് മാത്രം, ബാക്കി മുഴുവൻ പുഴു തിന്നു. ഇലകളൊക്കെ ചുരുണ്ടു. വേണ്ടേ ഓരോന്നോരോന്നായിട്ട് പിഴുത് മാറ്റി കളയുക. ഇതിനി വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതുണ്ടോ, ഇത് കംപ്ലീറ്റ് പുഴുവാണ്. ഈ ഇലകളിനകത്തെല്ലാം പുഴുവാണ്. ഇലയെല്ലാം ചുരുണ്ടാ നിൽക്കുന്നത്. ഇത്രയും വെണ്ട ഇപ്പോൾ പറിച്ചു കളഞ്ഞു. നമുക്കേ ഈ പലക എത്ര നീളമുണ്ടോ അത്രയും നീളമുള്ള ബോക്സ് മതി. ഞാൻ പിടിക്കണം. പച്ചക്കറിക്ക് മാക്സിമം വെട്ടവും വെളിച്ചവും വേണമല്ലോ. ഈ നടുക്ക് നിൽക്കുന്ന മരത്തിൻ്റെ അടിയിലത്തെ കൊമ്പുകളൊക്കെ അങ്ങ് കോതുവാണ്. എല്ലാം അങ്ങ് പൊങ്ങിപ്പോയായിരുന്നു. അങ്ങനെ ആകുമ്പോഴേ മണ്ണിനകത്തുള്ള ബാക്ടീരിയയും കീടങ്ങളും ഒക്കെ ചത്തോളും. മണ്ണൊരുക്കലാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ നമ്മുടെ മണ്ണൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് നടുവുള്ളൂ. ഉണ്ടായിരുന്ന പോയ എല്ലാ ചെടികളും പിഴുത് കളഞ്ഞു. അതിനുശേഷം മണ്ണിൻ്റെ pH ലെവൽ കൺട്രോളാകണം, പുളിപ്പൊക്കം മാറ്റണം. എന്നാൽ നമ്മൾ വെക്കുന്ന ചെടികൾ നന്നായിട്ടുണ്ടാകുള്ളൂ. ഇവിടം നല്ല രീതിയിൽ വൃത്തിയാക്കി എല്ലാം ബോക്സ് ഫോമിലാക്കി. അപ്പോൾ ഓരോ ബോക്സിലും നമുക്ക് തരം തിരിച്ച് കൃഷി ചെയ്യാം. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാക്കി.